+1 അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഇപ്പോൾ പല കുട്ടികൾക്കും ടെൻഷനിലായിരിക്കും, എനിക്ക് കിട്ടിയിട്ടില്ല, അവന് കിട്ടി എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, അതിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സുകളാണ് സ്കൂളുകൾ സമർപ്പിക്കേണ്ടത്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സ്ഥിതിക്ക് അതിൽ കിട്ടിയവർ നിർബന്ധമായിട്ടും നിങ്ങൾ കിട്ടിയിട്ടുള്ള സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. ഒന്നില്ലെങ്കിലും ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്കൂളുകളിലല്ല കിട്ടിയിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് ഓപ്ഷൻസിൽ അല്ല സ്കൂളുകൾ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അഡ്മിഷൻ എടുക്കാതെ ഇരിക്കരുത്. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ടെമ്പററി ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് നിങ്ങൾ പോയി സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അവിടെ ഫീസും കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ അവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തു വെച്ചാൽ മതി. പിന്നീട് എന്താണ്, ഹയർ ഓപ്ഷനിലേക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടെമ്പററി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു വെക്കണം. ടെമ്പററി ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്, അതിലൊന്നും നിങ്ങളെ പരിഗണിക്കാതിരിക്കാൻ അത് കാരണമാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തു വെക്കണം. നിങ്ങൾ വീട്ടിൽ നിന്ന് കുറേ ദൂരെയാണെങ്കിൽ പോലും അവിടെ അഡ്മിഷൻ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുത്ത് വെക്കൽ നിർബന്ധമാണ്. ഓക്കെ, അതൊന്നാമത്തെ കേസ്. ഇനി പല കുട്ടികൾക്കും അഡ്മിഷന് കിട്ടിയിട്ടുണ്ടാവില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടാവില്ല. അന്നേരം നിങ്ങൾ ടെൻഷനായിരിക്കും. ടെൻഷനൊന്നും ആവശ്യമില്ല. നമുക്കിനി ജൂൺ 10 സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, പിന്നെ അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് വരാനുണ്ട്, അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ വരാനുണ്ട്. ഈ അലോട്ട്മെൻറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ടെൻഷൻ കാര്യങ്ങളൊന്നും ഒരു ആവശ്യവുമില്ല. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്നൊരു ഡൗട്ടാണ്, ഞാൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അവിടെ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് തന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത് നിങ്ങളുടെ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത് നിങ്ങളുടെ TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നാലാമത് നിങ്ങളുടെ CC കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ മറ്റു ഗ്രേസ് മാർക്കുകളോ അല്ലെങ്കിൽ ക്ലബ് ആക്ടിവിറ്റീസോ കാര്യങ്ങളൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. ഇതെല്ലാമായിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. നിങ്ങളൊരു താൽക്കാലികമായിട്ട് ഒരു ടെമ്പററി ആയിട്ടാണ് ഒരു സ്കൂൾ അഡ്മിഷൻ എടുക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് നിങ്ങൾ ഹയർ ഓപ്ഷൻ കിട്ടി മറ്റൊരു സ്കൂളിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യാവുന്നതാണ്, തിരിച്ച് വാങ്ങാവുന്നതാണ്. നിങ്ങളിങ്ങനെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ ഫീസ് അടയ്ക്കേണ്ടി വരുന്നില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ലോക്ക് ചെയ്യൽ നിർബന്ധമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ +1 അഡ്മിഷന് താറുമാറാകാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അഡ്മിഷന് എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഇയർ ആശംസിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതേമാതിരിയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.